ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജ്യത്തെ ബസ് സ്റ്റേഷനുകളിലും സ്റ്റോപ്പുകളിലും റിയൽ ടൈം പാസഞ്ചർ ഇൻഫർമേഷൻ സ്ക്രീൻ മൊസലാത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ ഇൻഫർമേഷൻ സ്ക്രീൻ ഒരുക്കുക. ഈ മാസം 28 മുമ്പ് ടെൻഡർ രേഖകൾ സമർപ്പിക്കണം. ഓൺലൈൻ വഴിയാണ് ഇതിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളതെന്നും മൊസലാത്ത് അധികൃതർ അറിയിച്ചു. ബസ് സ്റ്റേഷനുകളിലും ബസ് സ്റ്റോപ്പുകളിലും എത്തുന്ന യാത്രക്കാർക്ക് മൊസലാത്തിന്റെ യാത്രാസമയം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയുന്നതിന് പാസഞ്ചർ ഇൻഫർമേഷൻ സ്ക്രീൻ ഗുണം ചെയ്യും. നിലവിൽ മൊസലാത്ത് ആപ്ലിക്കേഷൻ വഴി ഈ സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് കൂടുതൽ മികച്ച സേവനങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമെന്നും ദേശീയ ഗതാഗത കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. പാസഞ്ചർ ഇൻഫർമേഷൻ സ്ക്രീൻ സ്ഥാപിക്കുക, പ്രവർത്തനം ഏകോപിപ്പിക്കുക, സാങ്കേതിക സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളും ടെൻഡർ ഏറ്റെടുക്കുന്ന കമ്പനികൾക്കായിരിക്കും. ബസ് വരുന്ന സമയം, സർവീസ് സന്ദേശങ്ങൾ, കാലാവസ്ഥാ അറിയിപ്പുകൾ, പരസ്യങ്ങൾ തുടങ്ങിയവ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. വിവിധ രാഷ്ട്രങ്ങളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഇത്തരം പാസഞ്ചർ ഇൻഫർമേഷൻ സ്ക്രീനുകൾ ബസ് സർവീസ് സ്ഥാപനങ്ങൾ ഒരുക്കാറുണ്ട്. ഇതിന്റെ മാതൃക പിന്തുടർന്നാണ് ഒമാനിലും സ്ക്രീൻ സേവനം ലഭ്യമാക്കുന്നത്. പ്രവാസികൾ ഏറെ നാൾ കാത്തിരിക്കുന്ന എയർ കേരളയ്ക്ക് പിന്നാലെ കേരളത്തിൽ നിന്നും മറ്റൊരു വിമാന കമ്പനിക്ക് കൂടി അനുമതി. കേരളം ആസ്ഥാനമാക്കിയുള്ള അൽ ഹിന്ദ് എയറിന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചതായി ദേശീയ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തത്. 3 ATR 72 വിമാനങ്ങൾ ഉപയോഗിച്ച് ആഭ്യന്തര പ്രാദേശിക കമ്മ്യൂട്ടർ എയർലൈനായി ആരംഭിക്കാനാണ് കമ്പനിയുടെ പദ്ധതി. ശേഷമാകും ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ വിദേശ രാഷ്ട്രങ്ങളിലേക്ക് സർവീസ് നടത്തുക. ഈ വർഷം അവസാനത്തോടെ സർവീസ് പ്രവർത്തനം ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. സർവീസ് ആരംഭിച്ച് 2 വർഷത്തിനു ശേഷം 20 വിമാനങ്ങൾ കൂടി കമ്പനി വാങ്ങുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴിയായിരിക്കും സർവീസ് നടത്തുക. തുടക്കത്തിലെ സർവീസ് കൊച്ചി, തിരുവനന്തപുരം, ബാംഗ്ലൂരു, ചെന്നൈ നഗരങ്ങളിലേക്കായിരിക്കും. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസുകളായിരിക്കും അൽ ഹിന്ദ് നടത്തുക. പിന്നീട് ഘട്ടം ഘട്ടമായി രാജ്യാന്തര തലത്തിലേക്കും അഖിലേന്ത്യാ തലത്തിലേക്കും സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തിന് സ്വന്തമായി വിമാനം വേണമെന്ന പ്രവാസികളുടെ സ്വപ്നമായിരിക്കും അൽ ഹിന്ദ് എയർ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ യാഥാർത്ഥ്യമാവുക. അവധിക്കാലത്തും സീസണൽ വേളയിലും ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പ്രവാസികൾ കേരളത്തിന് സ്വന്തമായി വിമാന കമ്പനി വേണമെന്ന ആവശ്യം മുന്നോട്ടുവെച്ചത്. ദാഖ്ലിയ ഗവർണറേറ്റിൽ തൊഴിൽ നിയമം ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. ആദം വിലായത്തിലെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ മന്ത്രാലയം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് 25 പേരെ പിടികൂടിയത്. സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെയാണ് മന്ത്രാലയം ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. അറസ്റ്റിലായവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതേസമയം തൊഴിൽ നിയമ ലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധനകൾ തൊഴിൽ മന്ത്രാലയം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സർവീസസുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തുന്നത്. തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുള്ള വിഷൻ 2040ന്റെ ഭാഗമായാണ് പരിശോധന. വർഷത്തിലെ ആദ്യ പകുതിയിൽ തൊഴിൽ താമസ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 9042 തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ 7612 വിദേശികളെ ശിക്ഷാ നടപടികൾക്ക് ശേഷം നാടുകടത്തിയതായും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് ഒമാനിൽ കഴിയുന്ന പ്രവാസികളെ കണ്ടെത്തുന്നതിനായി പരിശോധനകൾ തുടരുന്നുണ്ട്. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസുമായി സഹകരിച്ചുള്ള വ്യാപക പരിശോധന ജാനുവരി മുതലാണ് രാജ്യത്ത് ആരംഭിച്ചത്. തൊഴിൽ സ്ഥലങ്ങളിലെത്തിയുള്ള പരിശോധനകളിൽ നിയമങ്ങളും മന്ത്രാലയം ഉത്തരവുകളും ലംഘിച്ച് തൊഴിലെടുക്കുന്നവരെ കണ്ടെത്തി നടപടികൾ സ്വീകരിച്ചു വരികയാണ് ചെയ്തുവരുന്നത്. സ്വദേശിവൽക്കരിച്ച ജോലികളിൽ ഏർപ്പെടുന്നവരെ നാടുകടത്തുകയും ചെയ്യും. ഓൺലൈൻ തട്ടിപ്പുകളെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുന്നതിനും തട്ടിപ്പ് സംഘങ്ങളെ നിയന്ത്രിക്കുന്നതിനും പ്രതിരോധ ക്യാമ്പയിനുമായി ടെലികമ്മ്യൂണിക്കേഷൻസ് റെഗുലേറ്ററി അതോറിറ്റി, റോയൽ ഒമാൻ പോലീസ്, ഇലക്ട്രോണിക് ഡിഫൻസ് സെന്റർ, അംഗീകൃത ടെലികമ്മ്യൂണിക്കേഷൻസ് കമ്പനികൾ എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ. ഡോൺ വാക്ക് ഓൺ യു എന്ന ശീർഷകത്തിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അടുത്തിടെ നിരവധി ഓൺലൈൻ തട്ടിപ്പുകളിൽപ്പെട്ട് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് പണം നഷ്ടമായിരുന്നു. തട്ടിപ്പുകാർ വിവിധ മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. പ്രവാസികളടക്കമുള്ള പ്രതികളെയും പോലീസ് ഈ കാലയളവിൽ പിടികൂടിയിട്ടുണ്ട്.
ഹൈമ തുംറൈത് പാത ഇരട്ടിപ്പിക്കൽ പദ്ധതിയുടെ അവസാന ഭാഗത്തെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. പാത ഇരട്ടിപ്പിക്കുന്നതിനുള്ള ടെൻഡർ വിളിച്ചിട്ടുണ്ടെന്നും അനുയോജ്യമായ കമ്പനിയെ തെരഞ്ഞെടുക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരികയാണെന്നും മന്ത്രാലയം അറിയിച്ചു. രണ്ടാം ഘട്ടത്തിൽ 4000 കിലോമീറ്റർ പാതയാണ് ഇരട്ടിപ്പിക്കാനുള്ളത്. ഖരീഫ് സീസണിലടക്കം ആയിരക്കണക്കിന് പേരാണ് ദിനം പ്രതി ഈ പാത ഉപയോഗിച്ചിട്ടുള്ളത്. രാജ്യത്ത് വാഹനങ്ങളിൽ നിന്നും സാധനങ്ങൾ വലിച്ചെറിയുന്നവർക്ക് ഒമാൻ പബ്ലിക് പ്രോസിക്യൂഷന്റെ മുന്നറിയിപ്പ്. ഒമാൻ ഗതാഗത നിയമത്തിലെ ആർട്ടിക്കിൾ 49/6 പ്രകാരം 300 റിയാൽ പിഴയും 10 ദിവസം തടവും ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണിതെന്ന് അധികൃതർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറയുന്നു. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഒഴിവാക്കണം. അനുചിതമായ മാലിന്യ സംസ്കരണ രീതികൾ നിരുത്സാഹപ്പെടുത്തി പൊതുശുചിത്വവും സുരക്ഷയും നിലനിർത്തുകയാണ് ഈ നടപടി ലക്ഷ്യമിടുന്നതെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. റോഡുകളിൽ അലക്ഷ്യമായി വാഹനത്തിൽ നിന്നും സാധനങ്ങൾ വലിച്ചെറിയുന്നത് മറ്റു വാഹനങ്ങളുടെ സുരക്ഷയെയും ബാധിക്കുന്നതാണ്. വഴിയരികിലും റോഡുകളിലും മാലിന്യങ്ങൾ നിറയുന്നതിനും ഇടയാക്കുന്നു. വേനലവധിക്ക് ശേഷം സൗദി അറേബ്യയിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞായറാഴ്ച തുറന്ന സാഹചര്യത്തിൽ സ്കൂളുകൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് സുപ്രധാനമായി 4 നിർദ്ദേശങ്ങളാണ് സ്കൂൾ അധികൃതർക്ക് നൽകിയത്. സ്കൂൾ ബസ്സുകൾക്കായി കാത്തുനിൽക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് നിർബന്ധമായും പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. റോഡ് മുറിച്ചു കടക്കുന്നതിന് മുമ്പ് വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പാക്കണം. റോഡിൽ നിന്നും സുരക്ഷിതമായ അകലത്തിലാണ് ബസ് കാത്തിരിക്കേണ്ടത്. ബസ് പൂർണ്ണമായും നിർത്തിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം കയറണം. ശാന്തമായും ക്ഷമയോടെയും അച്ചടക്കത്തോടെയും ബസ്സിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യണം. വാഹനം നിർത്തി റോഡ് മുറിച്ചു കടക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. ട്രാഫിക് വകുപ്പിന് പുറമെ പുതിയ അധ്യയന വർഷാരംഭത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പും മറ്റ് വകുപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവധി കഴിഞ്ഞ് സ്കൂളുകളിൽ തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് എളുപ്പമായ പഠനാന്തരീക്ഷം ഉണ്ടാക്കാൻ സർക്കാർ എല്ലാവിധ ഒരുക്കവും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. UAE-യിൽ തോന്നിയപോലെ തൊഴിലാളിയെ പിരിച്ചുവിടാൻ UAE തൊഴിൽ നിയമം അനുവദിക്കില്ലെന്ന് അധികൃതർ. പകരം വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു കൂട്ടം സാഹചര്യങ്ങളിൽ മാത്രമേ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന്റെ തൊഴിൽ കരാർ അവസാനിപ്പിക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുള്ളൂ എന്ന് UAE സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റിൽ വ്യക്തമാക്കി. ജീവനക്കാരനെ പിരിച്ചുവിടാൻ തൊഴിലുടമയ്ക്ക് അനുവാദമുള്ള സാഹചര്യങ്ങൾ ഇനി പറയുന്നു. ഒരു ജീവനക്കാരൻ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി നിയമവിരുദ്ധമായ രീതിയിൽ തന്റെ ജോലിസ്ഥാനം ചൂഷണം ചെയ്താൽ, നിയമപരമായ നിയന്ത്രണങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെ തൊഴിലാളി മറ്റൊരു സ്ഥാപനത്തിൽ ചേരുകയാണെങ്കിൽ തുടങ്ങിയവയാണ് അത്തരം സാഹചര്യങ്ങൾ.